2024 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തിന്റെ വളർച്ച എല്ലാ ഘട്ടങ്ങളിലും 2014 ശേഷമാണ് എന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന 2014 2014 മുൻപും ശേഷവും എന്നുള്ള രീതിയിലാണ് പല പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ചും രാജ്യത്തിന്റെ പുതിയ മന്ത്രിസഭാ രൂപീകരണങ്ങളെ സംബന്ധിച്ചും എല്ലാം നടത്തുന്ന പരിശ്രമങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളോ കേവലം രാഷ്ട്രീയ താൽപര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളാനാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടുള്ള യാതൊന്നും തന്നെ ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ എത്ര മന്ത്രിസഭകളിൽ, എത്ര ഡിപ്പാർട്ട്മെന്റുകളിൽ, എത്ര കൃത്യമായ വിഹിതം, ഒരു ഇന്ററിം ബഡ്ജറ്റിന്റെ എല്ലാ പരിമിതികളും ഉണ്ടെങ്കിൽ പോലും 10 വർഷത്തെ മോദി സർക്കാരിനെ കുറിച്ചിട്ടുള്ള ഒരു സൽപത്രം അയക്കുന്നത് മാത്രമാണ് ഇവർ ചെയ്തിരിക്കുന്നത്.